നമസ്കാരം. വർഷങ്ങളുടെ കഠിനാധ്വാനം, ഉറക്കമൊഴിച്ചുള്ള പഠനം, ഒരുപാട് നാളത്തെ കാത്തിരിപ്പ്, ഒടുവിൽ സർക്കാരിന്റെ ഔദ്യോഗിക റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു. എന്നാൽ കയ്യിൽ കിട്ടിയതോ ഒരു ജോലിയാണോ? അല്ല, കണ്ണീരും കാത്തിരിപ്പും മാത്രം. നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ നാട്ടിലെ മിടുക്കന്മാരായിട്ടുള്ള യുവതി യുവാക്കളുടെ വലിയൊരു വേദനയെക്കുറിച്ചാണ്. കേരള PSC പരീക്ഷകൾ പാസ്സായി സർക്കാരിന്റെ ഏറ്റവും വിശ്വസനീയമായ റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിച്ചിട്ടും ജോലി കിട്ടാതെ പോകുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ നമുക്ക് ചുറ്റുമുണ്ട്, അല്ലെ? ജന്ത്രമന്ത്രിൽ നമ്മൾ കൊടുത്ത സപ്പോർട്ട് ഇവിടെ നടക്കുന്ന സമരത്തിനും കൊടുക്കേണ്ടതുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന PSC ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണയുമായി കൂടുതൽ ആളുകൾ രംഗത്തേക്ക് വരുന്ന കാഴ്ചകൾ കാണുകയാണ്. ഒപ്പം ഇതുവരെ കാണാത്ത ചിലത് കൂടി കാണുന്നു. സിനിമാ നടന്മാരും നടിമാരും ഒക്കെ, അതായത് താരങ്ങൾ വലിയ രീതിയിൽ തന്നെ പിന്തുണ നൽകിക്കൊണ്ട് അവർ രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ടോവിനോ തോമസ്, നസ്ലിൻ, ചന്തു സലീംകുമാർ, ദൃശ്യ രഘുനാഥ്, അങ്ങനെ തുടങ്ങി നിരവധി നടന്മാർ, നടിമാർ, അവതാരികമാർ, അവതാരകന്മാർ, അങ്ങനെ നിരവധി ആളുകൾ രംഗത്തേക്ക് വരികയാണ്. താരങ്ങൾ പിന്തുണയുമായി വരുമ്പോൾ വിഷയം കൂടുതൽ ഗൗരവ സ്വഭാവമുള്ളതായി മാറുകയും ആ വിഷയത്തിൽ സർക്കാർ ഇടപെടുകയും ഒക്കെ ചെയ്യുമെന്ന് നമുക്ക് ഈ ജന്തർ മന്ദറിലെ സമരം കാണിച്ചു തരുന്നുണ്ട്. പൊതുജനം കൂടുതൽ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങുമെന്നും ജന്തർ സമരം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ജന്തർ സംഭവിച്ചതും ഇതുതന്നെയാണ്. PSC റാങ്ക് ലിസ്റ്റിൽ നിയമനം ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികളുടെ സമര വീഡിയോ ആണ് കേട്ടോ ടോവിനോ തോമസ് തന്റെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുന്നവർക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ താരങ്ങളൊക്കെ ഇങ്ങനെ രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണത്. നമ്മൾ ഈ സൊസൈറ്റിയോട് ഒരു പ്രതിബദ്ധത കാണിക്കേണ്ടതുണ്ട്. അത് ഇപ്പോഴത്തെ നടന്മാർ കാണിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. മമ്മൂട്ടിയും മോഹൻലാലും എപ്പോൾ പ്രതികരിക്കുമെന്നായിരിക്കും പലരും നോക്കിയിരിക്കുന്നത്. ജന്തർ മന്ദറിലെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, CJPയുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മമ്മൂട്ടി തന്റെ നിലപാട് രേഖപ്പെടുത്തിയിരുന്നു. കുറച്ച് വൈകിയാണെങ്കിലും അദ്ദേഹം നല്ല നട്ടലുള്ള നിലപാട് അദ്ദേഹം രേഖപ്പെടുത്തി. പക്ഷെ ലാലേട്ടൻ അത് അന്നും ഇന്നും അറിയാമല്ലോ, അദ്ദേഹം അങ്ങനെ നിലപാടുകളൊന്നും പറഞ്ഞ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഈ വിഷയത്തിലും പറയുമോ എന്തോ. പക്ഷെ സിനിമയിൽ ഡയലോഗ് പറയാൻ മൂപ്പര് വേറെ ലെവലാണ്, അല്ലെ? ദേശീയ തലത്തിലെ പ്രശ്നങ്ങളിൽ മാത്രം ശബ്ദമുയർത്തിയാൽ പോരെന്ന് നടൻ ചന്തു സലീംകുമാറും സമൂഹ മാധ്യമത്തിൽ കുറിച്ചു കേട്ടോ. സ്വന്തം നാട്ടിലെ ഉദ്യോഗാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങളെ അവഗണിക്കരുതെന്നുമൊക്കെ ഈ ചന്തു സലീംകുമാർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ടോവിനോ തോമസ് പങ്കുവച്ച വീഡിയോ തന്നെയാണ് നസ്ലിനും എന്തായാലും പങ്കുവച്ചത്. ഡൽഹി സമരത്തിന് പിന്നാലെയാണ് PSC സമരത്തിനും താരങ്ങൾ വലിയ രീതിയിൽ തന്നെ ഇങ്ങനെ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ പ്രതികരണവുമായി രഞ്ജിനി ഹരിദാസും രംഗത്തേക്ക് വന്നു. നമ്മൾ കണ്ടതാണല്ലോ, ജന്തർ ആ സമരവേദിയിൽ പോയ ഒരാളായിരുന്നു രഞ്ജിനി ഹരിദാസ്. രഞ്ജിനി ഹരിദാസ് ഭയങ്കര അഹങ്കാരിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പലരും പറഞ്ഞു നടന്നിരുന്നു. പക്ഷേ ഈ അഹങ്കാരിക്ക് ഈ നാടിനോടും ഈ രാജ്യത്തിനോടും ഭയങ്കര കരുതലാണ് എന്നുള്ള കാര്യം, ഈ നാട്ടിലെ യുവാക്കളോടും യുവതികളോടും വലിയ കരുതലാണെന്നുള്ള കാര്യം നമ്മൾ രഞ്ജിനി ഹരിദാസിന്റെ പ്രവൃത്തിയിലൂടെ തന്നെ കണ്ടു, അല്ലെ? ആ അഹങ്കാരിയെ ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അല്ലാതെ നമ്മുടെ പേളിനെ പോലെ ഒന്നും അല്ല, അല്ലെ? PSC റാങ്ക് ജേതാക്കളുടെ സമരത്തെക്കുറിച്ച് സംസാരിക്കുമോ എന്ന് ചോദിച്ച് തനിക്ക് നിരന്തരം സന്ദേശങ്ങൾ വരുന്നുണ്ടെന്നാണ് എന്തായാലും ഈ രഞ്ജിനി ഹരിദാസ് പറഞ്ഞത്. മാത്രമല്ല, അതിനെപ്പറ്റി സംസാരിക്കുന്നതിൽ തനിക്ക് സന്തോഷമുള്ളൂ എന്നും രഞ്ജിനി ഇൻസ്റ്റാഗ്രാമിലെ കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഉൾപ്പെടെ വിവരങ്ങൾ ആവശ്യമുണ്ടെന്നും രഞ്ജിനി ചോദിക്കുന്നുണ്ട്. ഓൺലൈനിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എന്നും, പ്രതിഷേധത്തിന്റെ ഭാഗമായ ആരോടെങ്കിലും നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ സാധിക്കുമോ എന്നുകൂടി രഞ്ജിനി ഹരിദാസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഈ നാടിനോടുള്ള പ്രതിബദ്ധത എത്രത്തോളമാണെന്ന് ആ വാക്കുകളിൽ തന്നെയുണ്ട്. വിഷയത്തിൽ ലിയോണ ലിഷോയ്, ദീപ തോമസ് എന്നിവരൊക്കെ എന്തായാലും പിന്തുണ നൽകിയപ്പോൾ രംഗത്തേക്ക് വരുന്ന കാഴ്ച കാണുകയാണ്. ജന്തർ സമരത്തിന് താരങ്ങളൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ നാട്ടിലെ പ്രശ്നത്തിൽ എന്തുകൊണ്ട് ഇവരൊന്നും ഇടപെടുന്നില്ല, ഇവർ സെലക്റ്റീവ് വിഷയങ്ങളിൽ മാത്രം ഇടപെടുന്നവരാണ് എന്ന വിമർശനങ്ങൾ ഇവരൊക്കെ നേരിട്ടിരുന്നു. പക്ഷേ ഞങ്ങൾ നാട്ടിലെ വിഷയത്തിലും ഇടപെടും, രാജ്യത്തിലെ വിഷയത്തിലും ഇടപെടും, ഞങ്ങൾക്ക് ഈ നാടിനോടും നാട്ടുകാരോടും വലിയ പ്രതിബദ്ധതയാണെന്ന് ഇവർ ഇങ്ങനെ കാണിക്കുകയാണ്. പ്രത്യേക വിഷയത്തിൽ മാത്രം പ്രതികരിക്കുന്നവരല്ലഹേ ഞങ്ങളെന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കണമെന്നായിരുന്നു എന്തായാലും ഈ പറയുന്ന എല്ലാവരും തന്നെ പറഞ്ഞ ആ പ്രതികരണങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. മുമ്പ് സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ മണ്ണ് വാരി തിന്നുന്ന ദൃശ്യങ്ങളടക്കം വാർത്തകളടക്കം നമ്മൾ കണ്ടിരുന്നു, അല്ലെ? അവർ ആ പ്രതിഷേധം കണ്ട് നമ്മളുടെയൊക്കെ കണ്ണു നിറഞ്ഞിരുന്നു, അല്ലെ? ഒരു റാങ്ക് ലിസ്റ്റിൽ വരാൻ എന്തൊക്കെ ത്യാഗങ്ങളാണ് അവർ സഹിക്കുന്നത്, അല്ലെ? ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ PSC റാങ്ക് ലിസ്റ്റിലൊക്കെ പെട്ട ആളുകളൊക്കെ ഇതുപോലെ സമരം ചെയ്യുന്നത് കാണുമ്പോൾ നീ അമ്മിയല്ലേടാ, നീ അങ്കിയല്ലേടാ, നീ കൊങ്ങിയല്ലേടാ എന്നൊക്കെ പറയുമ്പോഴും അവർ അതിന് വേണ്ടി സഹിച്ചിട്ടുള്ള ത്യാഗം നിങ്ങൾ കാണാതെ പോകരുത്. പുലർച്ചെ മുതൽ രാത്രി വൈകുന്നത് വരെയുള്ള കോച്ചിങ് ക്ലാസ്സുകൾ,
സ്വന്തം സന്തോഷങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ചുള്ള കുറേ നാളുകൾ, ഇതിനിടയിൽ അവരുടെ വയസ്സുകൾ, അവരുടെ പ്രായം പോകുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആശ്വാസത്തോടെ അവർ ശ്വാസം എടുക്കും. എന്നാൽ എന്താണ് പിന്നീട് സംഭവിക്കുന്നത്? ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പുകൾ കാണിക്കുന്ന വീഴ്ച, താൽക്കാലിക നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തൽ, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി തികച്ചും അന്യായമായി അവസാനിപ്പിക്കൽ, ഒടുവിൽ ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോൾ ഉയർന്ന റാങ്ക് ഉള്ളവർ പോലും വഴിയാധാരമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയുമ്പോൾ അടുത്ത പരീക്ഷ എഴുതൂ എന്ന് വളരെ നിസാരമായി ഉപദേശിക്കാൻ പലർക്കും ഭയങ്കര എളുപ്പമാണ്. എന്നാൽ പ്രായപരിധി കഴിഞ്ഞവർ എന്തു ചെയ്യും? ഇത്രയും നാൾ പഠിക്കാൻ മാറ്റിവെച്ച അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷങ്ങൾക്ക് ആരും മറുപടി പറയും? എന്തുകൊണ്ടാണ് ഒഴിവുകൾ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാത്തത്? യോഗ്യതയുള്ളവർ പുറത്തു നിൽക്കുമ്പോൾ എന്തിനാണ് പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നത്? എന്തിനാണ് അതിന് മുൻഗണന കൊടുക്കുന്നത്? ചോദ്യങ്ങൾ കേട്ടില്ലെങ്കിൽ ഉച്ചത്തിൽ ചോദിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഇത് വെറും ഒരു ജോലി പ്രശ്നമല്ല, ഒരു തലമുറയുടെ ഭാവി തന്നെയാണ്. പഠിച്ച് കഴിവ് തെളിയിച്ചവർക്ക് അർഹതപ്പെട്ട ജോലി നൽകുക എന്നത് ഏതൊരു ഭരണകൂടത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ഈ പോരാട്ടം ജോലിക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, നീതിക്ക് വേണ്ടിയുള്ളതാണ്. അർഹതപ്പെട്ട തസ്തികകളിൽ നിയമനം നടത്തുന്നത് വരെ, ഒഴിവുകൾ പൂർണ്ണമായും റിപ്പോർട്ട് ചെയ്യുന്നത് വരെ നമുക്ക് ഈ ഉദ്യോഗാർത്ഥികൾക്കൊപ്പം തന്നെ നിലയുറച്ച് നിന്നേ പറ്റൂ. അതെന്തെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൽ യോഗ്യതയ്ക്കായിരിക്കണം മുൻഗണന എന്നുള്ളതാണ്. നോക്കൂ, ഇനിയെങ്കിലും ഇത്തരം സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെ പല രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തി പലരും രംഗത്തേക്ക് വരുമ്പോൾ അവരോട് പറയണം, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു PSC എക്സാമെങ്കിലും എഴുതിയിട്ടുണ്ടോ? അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ? അതിനുവേണ്ടി നിങ്ങൾ ത്യാഗം സഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം കേട്ടോ. ഇത്തരത്തിൽ സമരം ചെയ്യുന്നവരെയൊക്കെ അന്തം കമ്മിയും അന്തം കൊങ്ങിയും അന്തം സംഖ്യയും ഒക്കെ ആക്കാൻ പല ആളുകളും പല കാലഘട്ടങ്ങളിലും നടക്കും. പക്ഷേ അവരൊന്നും ഇവരുടെ ത്യാഗത്തെ പറ്റി ചിന്തിക്കാറേയില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ വിസ്മയങ്ങൾ ഒരുപാട് കാണിക്കുന്ന ഈ വിസ്മയ വടശ്ശേരി ദാമോദര മേനോൻ സർക്കാർ എന്ത് വിസ്മയം കാണിച്ചിട്ടാണെങ്കിലും ഇവർക്കൊക്കെ അർഹതപ്പെട്ട സീറ്റുകൾ കൊടുക്കണം, അർഹതപ്പെട്ട നിയമനങ്ങൾ നൽകണം എന്നാണ് പറയാനുള്ളത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവരുടെയൊക്കെ കണ്ണുനീരൊപ്പും എന്ന് പറഞ്ഞ സർക്കാർ ഇന്ന് അവരെ കൊണ്ട് മണ്ണു തീറ്റിപ്പിക്കുന്നു. അവർ മണ്ണു തിന്നുകയാണ്. അവർ മണ്ണ് തിന്നുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. നമ്മളാണ് പ്രതികരിക്കേണ്ടത്. കാരണം നമ്മൾ പണിയേൽപ്പിച്ചിട്ടുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. VD സതീശൻ അടക്കമുള്ള ആളുകൾ. ഇവിടെ ആരും രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പണി ഭംഗിയായി ചെയ്താൽ മതി എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടക്കം പറയുന്നത്. നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള പണി, അത് എന്തു പണിയാകട്ടെ, ആ പണി ഭംഗിക്ക് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അല്ലാതെ ശബ്ദമുയർത്തുന്നവരെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നവരെ പിടിച്ചകത്തിടുകയല്ല വേണ്ടത്. അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയല്ല വേണ്ടത്. അവരെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു സർക്കാർ എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങും. അങ്ങനെ ചോദിക്കാൻ നിങ്ങളായിട്ട് ഇടവരുത്തരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തൊക്കെ നുണ പറഞ്ഞാണ് ഒരു സർക്കാർ അധികാരത്തിൽ വന്നത്. PSC വിഷയങ്ങളിലൊക്കെ അങ്ങ് മല മറയ്ക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് മല മറിച്ചോ? ഇല്ല, മണ്ണ് തിന്നുകയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ ഏറ്റവും നല്ല പിന്തുണയാണ്. പിന്തുണകൾ തുടരട്ടെ. ഇത്തരത്തിൽ സമരം ചെയ്യുന്ന, സമരം നടത്തി നീതി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നവർക്കൊപ്പം നിൽക്കുക എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഞാനും എൻ്റെ ചാനലും ഈ പറയുന്ന സമരം ചെയ്യുന്നവർക്കൊപ്പമാണ്, നീതിക്ക് വേണ്ടി പടവെട്ടുന്നവനൊപ്പമാണ്. അവിടെ കൊടികളില്ല, അവിടെ മറ്റു രാഷ്ട്രീയങ്ങളില്ല, അവിടെ ഒരേ ഒരു രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അത് നീതിയുടെ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു വെക്കുകയാണ്.